അങ്ങനെ ഞങ്ങൾ ആറ്റുനോറ്റൊരു ട്രിപ്പിൾ പ്ലാൻ ചെയ്തു, അതും ലോങ് വീക്കെൻഡ് സമയത്ത്. ടോബർമറി ആയിരുന്നു പ്ലാൻ ചെയ്തത്. ടോബർമറിക്ക് പോയി. എന്നാലും ഞങ്ങൾ ബ്ലൂ മൗണ്ടൻ വഴിയാണ് പോയത്. 2 ദിവസം മുമ്പേ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റിയില്ല. എന്നാലും ഫുഡും ബാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ ബ്ലൂ മൗണ്ടനിൽ രാവിലെ എത്തി. പാർക്കിങ്ങിന് ഫീ അടച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ട് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് കണ്ടത്. പക്ഷേ ഇതിനുള്ള ഒരു ബഡ്ജറ്റ് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. എന്നാൽ വന്നല്ലേ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ റിച്ച് റണ്ടറിൽ കയറി. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ കുറേ നേരം ലോങ് വെയിറ്റിലായിരുന്നു. ബിക്കോസ് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്താണ് പറയാനുള്ളത്? ചിലപ്പോൾ അങ്ങനെ ആവാനും ഇല്ല, തിരിച്ചു വരത്തില്ല. വഴിക്ക് വെച്ച് പെട്ടു. എന്താ ഫാമിലിനെ പറ്റി പറയുകയല്ലേ, എൻ്റെ അമ്മയാണ്. ക്യാമറ വരുന്നുണ്ട്. വരുന്നുണ്ട്. അതുകൊണ്ട് സ്പീഡിലല്ലേ വരുന്നേ. കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു ഫ്രണ്ടില്. അപ്പം എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ടോബർമറിക്കാണ്. ചെന്നപ്പോഴത്തേനും വൈകുന്നേരമായി. ഞങ്ങൾ ടെൻ്റൊക്കെ റെഡിയാക്കിയിട്ടാണ് പോയത്. എന്നാലും ലോങ് വീക്കെൻഡ് സമയമാണ്, ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് കിട്ടിയില്ല. സോ ഞങ്ങളൊരു ബീച്ചിൽ ഇറങ്ങി ഫ്രഷൊക്കെ ആയി. പിന്നീട് ഞങ്ങൾ വിളിക്കാവുന്ന സ്ഥലത്തെല്ലാം വിളിച്ചു. അവസാനം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ക്യാബിനാണ്. എന്തായാലും ആ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഈ പച്ച ഉടുപ്പിട്ട് ഉണ്ടല്ലോ, അവളാണ് ഞങ്ങളുടെ ഗൈഡ്. പറഞ്ഞില്ല അവൾ ഞങ്ങളോട് 5 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന്. പിന്നെ നടന്ന് ഞങ്ങൾ ഏറ്റവും മണ്ടയ്ക്കെത്തി. തിരിച്ചു പോകാൻ നേരത്ത് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്താലോന്ന് വിചാരിക്കും. പക്ഷേ പറയൂ, എന്താ നിനക്ക് പറയാനുള്ളത്? എങ്ങനെയുണ്ടെന്ന് അനുഭവം? ഞാൻ മരിച്ചു പോയ എൻ്റെ ഉത്തരവാദി ഇപ്പോൾ മാത്രമായിരിക്കും. ഇതാണ് ലയൺസ് ഹട്ടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച.